ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്നത് മൂന്നാമത്തെ മൊഡ്യൂളാണ്. അതിനകത്ത് മെയിനായിട്ടും വരുന്നത് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, നമ്മൾ ടൈപ്സ് ഓഫ് ബീം, ടൈപ്സ് ഓഫ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലെ. എന്തൊക്കെ തരത്തിലുള്ള ബീമുകളാണ് ഉള്ളത്, എന്തൊക്കെ തരത്തിലുള്ള സപ്പോർട്ട്സ് ആണ് ഉള്ളത്, കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞായിരുന്നില്ലേ അല്ലെ? ടൈപ്സ് ഓഫ് ബീം, ടൈപ്സ് ഓഫ് സപ്പോർട്ട് പറഞ്ഞായിരുന്നോ? ടൈപ്സ് ഓഫ് ലോഡിങ്, ഇവ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലേ? ഓക്കെ, അപ്പോ അതിനുശേഷം നമ്മൾ അതിനകത്ത് വരുന്ന ലോഡ് അനുസരിച്ച് നമ്മൾ അതിന്റെ ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമ്മൾ പഠിക്കണം. അത് എങ്ങനെയാണ് വരയ്ക്കുന്നതാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ വെച്ചിട്ട് നോക്കുന്നത്. അപ്പൊ ശരിക്കും അത് ഒരു എലാബറേറ്റ് ചെയ്ത ഒരു പാർട്ടാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്താലേ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നിന്നാണ് തുടങ്ങുക. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ ഷിയർ ഫോഴ്സ്. അപ്പൊ ഷിയർ ഫോഴ്സ് എന്താണ് എന്ന് ആദ്യം ഒന്ന് അറിയണം. ഓക്കെ, ഷിയർ ഫോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്ക് ഒന്ന് കയ്യിലെടുക്കുക. നോട്ട് ബുക്ക് കയ്യിലെടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വളയ്ക്കാൻ ശ്രമിക്കുക. ഞാനൊരു നോട്ട് എടുക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ നോട്ട് ബുക്ക് കാണാലോ അല്ലെ. ഞാൻ ഈ നോട്ട് ബുക്ക് ഇങ്ങനെ ഒന്ന് വളയ്ക്കാന്ന് വിചാരിക്കാം. ഒരു ലോഡുങ്ങാനും വരുമ്പോഴത്തേക്കും ഈ നോട്ട് ബുക്ക് ഇങ്ങനെ വളയുകയാണെങ്കിൽ ഇതിന്റെ പേപ്പേഴ്സ് കണ്ടാവോ? പേപ്പേഴ്സ് എല്ലാം ഒരേ ഇപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ എല്ലാം ഒരേ ലെവലിലായിരുന്നു. ഇത് ചെരിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഏറ്റവും താഴെയുള്ളത് കുറച്ച് പുറത്തേക്കും ഏറ്റവും മേലുള്ളത് ഏറ്റവും ഉള്ളിലേക്കും വന്നു അല്ലെ. ഇവിടെ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് ഓരോ പേപ്പറും അതിന്റെ തൊട്ട് താഴത്തെ പേപ്പറിലും മേലത്തെ പേപ്പറിലും ഒരു ഫോഴ്സ് അപ്ലൈ വരുന്നുണ്ട്. കാരണം എന്താണ്? അതിന്റെ ആ ഒരു ബെൻഡിങ് കാരണം ഒരേ രീതിയിലായിരിക്കില്ല ഇത് ആ ഒരു ബെൻഡിങ് അല്ലെങ്കിൽ ആ ഒരു കർവ് വരുന്നത് അല്ലെ. അപ്പം വേറെ വേറെ രീതിയിൽ അല്ലെങ്കിൽ വേറെ വേറെ ലെങ്തിലായിരിക്കും ഇത് ബെൻഡിങ്ങിന് ശേഷം ഇത് അവസാനത്തെ പൊസിഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഓരോ ലെയറും അതിന്റെ തൊട്ട് മേലത്തെ ലെയറിലും താഴത്തെ ലെയറിലും ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ ഒരു മോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഓരോ ലെയേഴ്സ് തമ്മിൽ വേറൊരു ലെയർ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് ഇല്ലേ, അത് വെച്ചിട്ടാണ് നമുക്ക് ഷിയർ ഫോഴ്സ് വേണ്ടത്. പക്ഷെ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊന്നും വേണ്ട. ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ദി അരിത്മെറ്റിക് സം ഓഫ് ഫോഴ്സസ് either to the left or right of the സെക്ഷൻ. നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷന്റെ ഇടത്തെ സൈഡിലോ വലത്തെ സൈഡിലോ ഉള്ള ഫോഴ്സുകളുടെ അരിത്മെറ്റിക് സം ആണ് എന്ത്? ഷിയർ ഫോഴ്സ്. ആ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ജസ്റ്റ് ഇപ്പൊ ഞാനൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ട് ആ സമയത്ത് തന്നെ ചോദിക്കണം കേട്ടോ. ജസ്റ്റ് കാണാം. ഇപ്പൊ നമ്മൾ ഒരു കാന്റിലിവർ ബീമാണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഒരു കാന്റിലിവർ ബീമാണ്. കാന്റിലിവർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പുറത്തേക്ക് ഇങ്ങനെ സൺഷെയ്ഡ് ഒക്കെ പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ബീം. ഓക്കെ, ഇതിനകത്ത് ഒരു ലോഡ് വന്നു. ഓക്കെ, കാണാലോ. ഒരു 10 ന്യൂട്ടൺ ലോഡ് ഇതിന്റെ മേലെ അപ്ലൈ ചെയ്യുന്നു. ഈ ഒരു സൈഡിൽ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ എനിക്ക് ഈ ഒരു കാന്റിലിവർ ബീമിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഞാൻ ഇതാണ് വഴി. ജസ്റ്റ് ഞാനൊരു സെക്ഷൻ എടുക്കും at a distance x from the free end. ഫ്രീ എൻഡിൽ നിന്ന് x അകലെ ഒരു സെക്ഷൻ എടുക്കും. അപ്പൊ ആ സെക്ഷൻ മാത്രം ഒന്ന് മാറ്റി വരച്ച് നോക്കാം. ഓക്കെ, ഇതിന് ഞാൻ xx എന്ന് ഡിനോട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇതിനകത്ത് ഉണ്ടാവുക എത്ര മാത്രമായിരിക്കും? ഈ കാണുന്ന 10 ന്യൂട്ടൺ മാത്രമായിരിക്കും അല്ലെ. ഈ ഒരു ബീമിന്റെ സ്പാൻ എന്ന് പറയുന്നത് 5 മീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ 0 മുതൽ 5 വരെ ആയാലും എത്ര തന്നെയായിരിക്കും ഇതിനകത്ത് വരുന്ന ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്? അതായത് എക്സിന്റെ വാല്യൂ 0 മുതൽ 5 വരെ വന്നാലും ഈ വലത്തെ സൈഡിൽ ഒരു 10ഉം ഇടത്തെ സൈഡിലെ സപ്പോർട്ട് മാത്രമല്ലേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഞാൻ പറയുന്നത് കേൾക്കാൻ ശ്രമിക്കുക, എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് കാണുക, ഈ ഒരു എക്സിന്റെ വാല്യൂ 0 മുതൽ 5 വരെ എത്തിയാലും നമ്മൾ സെക്ഷൻ മാറ്റിയാലും അവിടെ ഡിസ്റ്റൻസ് മാത്രമല്ലേ മാറുന്നുള്ളൂ. എക്സ് ഇവിടെ എടുത്താലും വലത്തെ സൈഡിൽ 10, ഇടത്തെ സൈഡിൽ ഈ ഒരു സപ്പോർട്ട്. ഇങ്ങോട്ട് എടുത്താലും വലത്തെ സൈഡിൽ 10, ഇടത്തെ സൈഡിൽ ആ ഒരു സപ്പോർട്ട്.
ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. എക്സിന്റെ വാല്യൂ 0 മുതൽ 5 വരെ എത്തിയാലും ഇത് തന്നെയായിരിക്കും ആ ഒരു സെക്ഷൻ, ഇല്ലേ? അപ്പം ഇതിനകത്ത് ഈ ഫോഴ്സ്, ഓക്കെ, ഈ ഒരു ഫോഴ്സിന്റെ അരിത്തമെറ്റിക് സം, അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷന്റെ വലത്തേ സൈഡിലെ ഫോഴ്സുകളുടെ സം അല്ലെങ്കിൽ ഇടത്തേ സൈഡിലെ ഫോഴ്സുകളുടെ സം. ഇപ്പൊ ഇടത്തേ സൈഡിലെ ഫോഴ്സ് നോക്കണം, നമ്മൾ വലത്തേ സൈഡിലെ ഫോഴ്സ് മാത്രം നോക്കിയാൽ മതി, അല്ലെ? കാണുന്നുണ്ടല്ലോ, ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പം ഇതിന്റെ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നമുക്കറിയണം. ഓക്കെ അല്ലെ? ഇതുവരെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങള് ഓക്കെ അല്ലെ? ഓക്കെ, ആ അങ്ങനെയാണ് ജസ്റ്റ് കാണുക. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു സൈൻ കൺവെൻഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് പറയണം. സൈൻ കൺവെൻഷൻ. ഓക്കെ, ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ അല്ലെങ്കിൽ ഷിയർ ഫോഴ്സിന്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണ് എന്ന് നമ്മളോട് ചോദിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്താൽ മതി. അതായത് നമുക്ക് എടുത്തിരിക്കുന്ന സെക്ഷനാണ്, ഇപ്പൊ ഞാനിവിടെ എക്സ് എക്സ് എന്ന് പറഞ്ഞ് എടുത്തില്ലേ, അതാണ് സെക്ഷൻ. ഓക്കെ, ആ ഒരു സെക്ഷന്റെ ഈ ഒരു രീതിയിലാണെങ്കിൽ, ഓക്കെ, അതായത് റൈറ്റ് സൈഡിലുള്ള ഫോഴ്സ് മേലേക്കാണെങ്കിൽ അതിന്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലെ ഫോഴ്സ് താഴേക്കാണെങ്കിൽ അതിന്റെ സൈൻ എന്ന് പറയുന്നതും നെഗറ്റീവ് ആയിരിക്കും. ഇനി അടുത്തത് നോക്കുക, പോസിറ്റീവ് ആവുന്നത് ഏത് കേസാണ്? നമ്മൾ എടുത്തിരിക്കുന്ന ബീം ഇത്, സെക്ഷൻ ഇത്. ഓക്കെ, ഇങ്ങനെ വരുവാണെങ്കിൽ, അതായത് റൈറ്റ് ഡൗൺ ആൻഡ് ലെഫ്റ്റ് അപ്പ്, അല്ല, ഓക്കെ, റൈറ്റ് ഡൗണും ലെഫ്റ്റ് അപ്പും ഇതിന്റെ സൈൻ ആയിട്ട് പോസിറ്റീവ്. ഓക്കെ, ഇത് മനസ്സിലായോ? ഓക്കെ, അതായത് ജസ്റ്റ് ഈ ഒരു സൈൻ ഒന്ന് ഓർക്കുക, നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷന്റെ വലത്തേ സൈഡിലെ ഫോഴ്സ് ഏതെങ്കിലും മേലേക്കാണെങ്കിൽ അതിന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷന്റെ വലത്തേ സൈഡിലെ ഏതെങ്കിലും ഒരു ഫോഴ്സ് താഴേക്കാണെങ്കിൽ അതിന്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ഇനി പിന്നെ നോക്കുക, നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷന്റെ ഇടത്തേ സൈഡിലെ ഫോഴ്സ് താഴേക്കാണെങ്കിൽ അതിന്റെ സൈൻ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷന്റെ ഇടത്തേ സൈഡിലെ ഫോഴ്സ് മേലേക്കാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. ഇതിങ്ങനെ എല്ലാം കാണാപാഠം പഠിക്കാൻ പറ്റുമോ? നിങ്ങളുടെ റേഡിയന്റിന്റെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന സൈൻ കൺവെൻഷൻ നേരെ തിരിച്ചാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകളൊക്കെ നോക്കുമ്പോഴും അതല്ല കേട്ടോ സൈൻ കൺവെൻഷൻ. അപ്പൊ നമ്മൾ ആ ടെക്സ്റ്റ് വെച്ച് പഠിക്കുവാണെങ്കിൽ കൺഫ്യൂഷൻ ആവരുത്. അതിനകത്ത് തന്നേക്കുന്നതിന്റെ നേരെ തിരിച്ചെടുത്താലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാകും. ഓക്കെ, ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. RUN ഒന്ന് ഓർക്കാൻ പറ്റുമോ? RUN, റൺ, ഓടുക എന്ന് ഓർത്താൽ മതി. ഷിയർ ഫോഴ്സിന്റെ സൈൻ കൺവെൻഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്ന ട്രിക്കാണ്. നിങ്ങളോട് സൈൻ കൺവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പേപ്പറിൽ RUN എഴുതിയാൽ അത് വേറെ ആർക്കും അറിയണം എന്നില്ല, അവരൊരു വെട്ട് വെച്ച് തരും. ഓക്കെ, മാർക്ക് പോവും. അതുകൊണ്ട് ഇത് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. RUN എന്ന് ഓർക്കുക, റൈറ്റ് അപ്പ് നെഗറ്റീവ്. ഓക്കെ, റൈറ്റ് അപ്പ് നെഗറ്റീവ്. ഇത് കണ്ടില്ലേ, നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷന്റെ വലത്തേ സൈഡിലെ ഫോഴ്സ് മേലേക്കാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട സൈൻ നെഗറ്റീവ്. ഓക്കെ, ഇനി ആ രീതിയിൽ തന്നെ ആയിരിക്കും ഇത് ഈ രീതിയിൽ ബെൻഡ് ചെയ്യുന്നു, അത് ഒരേ രീതിയിലാന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ തെറ്റിപ്പോവില്ല. അതായത് ഇത് ആന്റി ക്ലോക്ക് വൈസ്, ഇത് ക്ലോക്ക് വൈസ്, അങ്ങനെയും വേണേൽ പഠിക്കാം. ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവും ക്ലോക്ക് വൈസ് പോസിറ്റീവ് ആയിട്ട് കൊടുക്കാം. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു സെക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, ഈ രീതിയിലാണ് ഫോഴ്സ് വരുന്നതെങ്കിൽ ഇതെന്താണ് വരുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ആണ്, നെഗറ്റീവ് ആണെന്നും വേണേൽ ഓർക്കാം. ഓക്കെ, മനസ്സിലായോ? നമ്മൾ കുറച്ച് എക്സാമ്പിളും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ സൈൻ കൺവെൻഷൻ ഒന്ന് ഓർക്കുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ അതിന് ശേഷം നമുക്ക് കാന്റിലിവറിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാം. ഇപ്പൊ നമുക്കൊരു ബീം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ഒരു ബീമിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു. ഓക്കെ, ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 10 മീറ്റർ ഇരിക്കട്ടെ, 50 ന്യൂട്ടൺ.
ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 10 മീറ്റർ ഹാവിംഗ് എ കോൺസെൻട്രേറ്റഡ് ലോഡ് 50 ന്യൂട്ടൺ അറ്റ് ഇറ്റ്സ് സെന്റർ. അപ്പൊ 5 മീറ്ററിൽ ഒരു 50 ന്യൂട്ടൺ. അപ്പൊ നമ്മളോട് ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഞാൻ അവരോട് ചോദിക്കട്ടെ, അവരോട് ചോദിക്കുക. അലീന പി കെ. ഹലോ. ഏറ്റവും ആദ്യം എന്തായിരിക്കും ചെയ്യുക? അതിന്റെ എന്താ പറയാ, സെക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഇവിടെ 2 അൺനോൺ ഫോഴ്സസ് ഇല്ലേ? ഇത് നമുക്കറിയത്തില്ല, ഇത് നമുക്കറിയത്തില്ല, പക്ഷെ അവിടെ ഫോഴ്സസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. അപ്പം ഏറ്റവും ആദ്യം തന്നെ ഇവിടെ നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ സപ്പോർട്ട് റിയാക്ഷൻ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അതായത് ജസ്റ്റ് കാണാം, നമ്മുടെ ഒരു ബീം അതിന്റെ സെന്ററിൽ ഒരു W ന്യൂട്ടൺ ആക്ട് ചെയ്യുവാണെങ്കിൽ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഈ 2 സപ്പോർട്ട് റിയാക്ഷൻ W/2 ആയിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമ്മൾ കൂടുതൽ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരാത്തത്. ജസ്റ്റ് ഒന്ന് കാണുക. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം അതിന്റെ സ്പാൻ L ആണെങ്കിൽ അതിന്റെ L/2 നമ്മൾ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ 2 സപ്പോർട്ട് റിയാക്ഷൻ W/2 ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ സിഗ്മ H = 0, സിഗ്മ V = 0, സിഗ്മ MA എടുത്തിട്ട് നമ്മൾ ചെയ്താലും അതേ വാല്യൂ തന്നെ വരും. അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ നമ്മൾ സ്പീഡ് ചെയ്യുന്നുണ്ട്. ഇത് 25 ന്യൂട്ടണും ഇതും 25 ന്യൂട്ടണും. ഓക്കെ അല്ലേ? പോയോ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ എത്ര സെക്ഷൻ എടുക്കേണ്ടി വരും ഇവിടെ? 2 സെക്ഷൻ. ഓക്കെ, 2 സെക്ഷൻ. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് റൈറ്റിലും ലെഫ്റ്റിലും. ഓക്കെ, ഇവിടെ ഒരു സെക്ഷൻ എടുക്കുക. ഓക്കെ, കാണുന്നുണ്ടോ? അപ്പം ഇവിടെ ഒരു സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും അതിന്റെ വലത്തെ സൈഡിൽ ഒരു 25 ന്യൂട്ടൺ മേലേക്ക് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, മാറിയിട്ട് നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ എടുത്താലും വലത്തെ സൈഡിൽ 25 ന്യൂട്ടൺ മേലേക്ക് മാറും. ഓക്കെ, അവിടെ ഡിസ്റ്റൻസ് ശരിക്കും നമ്മൾ x=0 മുതൽ x=5 വരെ നമ്മുടെ സെക്ഷൻ ഇങ്ങനെയായിരിക്കും. വലത്തെ സൈഡിൽ ഒരു 25 ന്യൂട്ടൺ മേലേക്ക് അല്ലെ. ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോഴത്തേക്കും സംഭവം ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോഴത്തേക്കും ഒരു 50 ന്യൂട്ടൺ താഴേക്കും ഒരു 25 ന്യൂട്ടൺ മേലേക്കും അല്ലെ. അപ്പൊ നമ്മൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത്, നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷന്റെ ഒന്നെങ്കിൽ വലത്തെ സൈഡിലെ ഫോഴ്സുകളുടെ അരിത്തമെറ്റിക് സം, അല്ലെങ്കിൽ ഇടത്തെ സൈഡിലെ ഫോഴ്സുകളുടെ അരിത്തമെറ്റിക് സം. ഇത് രണ്ടെടുത്താലും ഈക്വൽ ആയിട്ട് തന്നെ വരണം. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ എടുത്താൽ മതി. ഈ ഒരു കേസിൽ മാത്രം ഞാനിപ്പോ 2 സൈഡ് എടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കാണുക. 25 ന്യൂട്ടൺ മേലേക്കാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സൈൻ എന്തായിരിക്കും? മുകളിലോട്ടാകുമ്പോ നെഗറ്റീവ്. റൈറ്റ് അപ്പ് നെഗറ്റീവ് അല്ലെ. വലത്തെ സൈഡിലെ ഫോഴ്സ് റൈറ്റ് സൈഡിലാണ്. റൈറ്റ് അപ്പ് നെഗറ്റീവ് അല്ലെ. അപ്പൊ ഇവിടെ കിട്ടുന്നത് -25 ന്യൂട്ടൺ ആണ് എന്ത്? ഷിയർ ഫോഴ്സ്. 25. ഇനി ഇവിടെ ഒന്ന് നോക്കുക. ലെഫ്റ്റ് അപ്പ് എന്താ വരിക? പോസിറ്റീവ്. പോസിറ്റീവ് 25 അല്ലെ. കഴിഞ്ഞോ? ഇനി ഈ 50 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നില്ലേ താഴെ? അതെത്രയാണ്? അത് നെഗറ്റീവ്. അത് ലെഫ്റ്റിലാണെങ്കിൽ നെഗറ്റീവ്. 50 അതായത് ലെഫ്റ്റ് ഡൗൺ ആയതുകൊണ്ട് നെഗറ്റീവ്, 25 ലെഫ്റ്റ് അപ്പ് ആയതുകൊണ്ട് പോസിറ്റീവ്. അങ്ങനെയല്ലേ നമ്മൾ എടുത്തേ? നോക്കിക്കേ, പോസിറ്റീവ്. ലെഫ്റ്റ് അപ്പ് പോസിറ്റീവും റൈറ്റ് ഡൗൺ നെഗറ്റീവും. അപ്പൊ ഇവിടെ 25 - 50 എന്ന് പറയുന്നത് -25. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ രണ്ടിന്റെയും ഒരേ വാല്യൂ അല്ലേ പറയുന്നത്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സെക്ഷന്റെ എടുത്താൽ മതി, 2 സെക്ഷൻ ഈക്വൽ ആയിട്ട് തന്നെ വരും. അതായത് എക്സിന്റെ വാല്യൂ 0 മുതൽ 5 വരെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? -25. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. അലീന മ്യൂട്ട് ചെയ്തു. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പൊ ഈ പറഞ്ഞ സിമ്പിൾ ആയിട്ടൊരു ഭാഗമാണ്, അതിനകത്ത് ഏതെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് ചോദിച്ചേ. എല്ലാവർക്കും മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത തൊട്ട് നിങ്ങളോട് ചോദിക്കും.
എല്ലാരും മനസ്സിലായോ? ആർക്കും ഒരു കുഴപ്പമില്ല? കൊള്ളാലോ. ഓക്കെ. സംശയമുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തോ. അൻസിനെ അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ, മനസ്സിലായി. അൻസിനെ അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ, ജസ്റ്റ് കാണുക. ഒന്ന് പറയാൻ നോക്കുക. അതായത് ജസ്റ്റ് നമ്മൾ നോക്കുമ്പം ഇതാണല്ലോ നമ്മുടെ സെക്ഷൻ. ഞാൻ ഏറ്റവും ആദ്യം എക്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ ഞാൻ ഇവിടുന്ന് 1 മീറ്റർ വിട്ടിട്ട് എടുത്തു. ഈ കാണുന്നത് 1 മീറ്റർ. ഓക്കെ, 1 മീറ്റർ വിട്ടിട്ട് എടുത്തപ്പോഴത്തേക്കും ഇങ്ങനെയാണല്ലോ അതിന്റെ വലത്തെ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഇത് 1 മീറ്റർ. ഓക്കെ, ഇതിന്റെ മേലേക്ക് ഒരു 25 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. റെഡി. ഇനി ഞാൻ ഈ എക്സിന്റെ വാല്യൂ 2 മീറ്റർ ആക്കി. ഓക്കെ, 2 മീറ്റർ ആക്കി കഴിഞ്ഞാൽ സെക്ഷൻ വരയ്ക്കുമ്പോഴും ഇത് 2 മീറ്റർ വലത്തേന്ന് മേലേക്ക് ഒരു ഫോഴ്സ്. ഓക്കെ, ഇനി ഇതുപോലെ 3 മീറ്റർ ആക്കി, 4 മീറ്റർ ആക്കി, 5 മീറ്റർ ആക്കുന്നത് വരെ. ഓക്കെ, 5 മീറ്റർ ആക്കുന്നവരെ നമ്മൾ എടുത്താല് മേലേക്ക് ഒരു 25 ന്യൂട്ടൺ അല്ലെ. അതായത് നമ്മൾ ഇവിടെ പറയുന്നത് എക്സിന്റെ വാല്യൂ 0 മുതൽ എക്സ് ഈക്വൽ ടു 5 വരെ. അതിന് ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. എക്സ് ഈക്വൽ ടു 5 കറക്റ്റ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ ജസ്റ്റ് റൈറ്റ് ഒരു 0.0001 mm എന്ന് നോക്കുക. അതിന് ഇമ്മീഡിയറ്റ് റൈറ്റ് എടുക്കുമ്പോഴത്തേക്കും ഇത് തന്നെയാണല്ലോ അവസ്ഥ. അപ്പൊ നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് 5 വരെ നമുക്ക് ഈ ഒരു ജനറൽ ഇക്വേഷൻ മാത്രം എടുത്താൽ മതി. ജനറൽ ആയിട്ടുള്ള ഈ ഒരു സെക്ഷൻ മാത്രം. ഇതിന്റെ വാല്യൂ എക്സ്, എക്സിന്റെ വാല്യൂ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 5 വരെ. അപ്പം ഇതൊരു 25 ന്യൂട്ടൺ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ ഇടത്തെ സൈഡ് കൂടെ ഒന്ന് നോക്കും. നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷൻ ഇത് 50 ന്യൂട്ടൺ വരെ എടുക്കില്ല. അതായത് നമ്മളിപ്പോ ഈ സെക്ഷൻ എടുത്തിട്ട് ഇതിന്റെ വലത്തെ സൈഡിലെ ഫോഴ്സ് മാത്രം ഇപ്പൊ നോക്കിയ വലത്തെ സൈഡ് മാത്രം. അതായത് നമ്മളിപ്പോ ഒരു ബീം, ഈ കാണുന്ന ഒരു ബീം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിനകത്ത് ഇവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, നടുക്കൊരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ? സെന്ററിൽ നിന്നാണോ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങും. ഏതെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സൈഡിൽ നിന്ന് തുടങ്ങും. ഞാനിപ്പോ ഇത് വലത്തെ സൈഡിൽ നിന്ന് തുടങ്ങി. വലത്തെ സൈഡിൽ നിന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഓക്കെ, വലത്തെ സൈഡിൽ നിന്ന് ഞാൻ ഒരു സെക്ഷൻ എടുത്തു. ഓക്കെ, ശരിക്കും നമ്മള് ഇതിനകത്ത് കേട്ടില്ല. 50 നിന്നാണ് എടുക്കുക. വലത് എടുക്കുകയാണെങ്കിലും ഇടത് എടുക്കുകയാണെങ്കിലും അല്ല, 15 അല്ല, നമ്മളിവിടെ 25 എടുത്തേ. അതായത് നമ്മൾ ഫ്രീ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിൽ എപ്പോഴും എടുക്കുക. ഇത് ഫ്രീ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ ഇതിനകത്ത് ഇപ്പം ഈ ഒരു സെക്ഷൻ എടുക്കുന്നതിൽ കോമൺ ആയിട്ട് ഒരു ഇക്വേഷൻ. ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ അടുത്ത സെക്ഷൻ എടുക്കണം. അടുത്ത സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും പകുതിയായിട്ടുള്ള നമ്മുടെ പരിപാടി. അതായത് ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻ എടുക്കുന്നതെങ്കിൽ ഓക്കെ, ഇതിപ്പോ നമ്മൾ അടുത്ത സെക്ഷൻ ഇവിടെ എടുക്കണം. ഇപ്പൊ ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഈ സ്ഥലത്ത് എടുത്തു. ഇനി അടുത്ത സെക്ഷൻ നമ്മൾ ഇവിടെ എടുക്കണം. ഈ ഡിസ്റ്റൻസ് ആയിരിക്കും എക്സ്. അപ്പൊ നമ്മൾ അങ്ങനെ എടുക്കാൻ നേരത്ത് ഒരു 50 ന്യൂട്ടൺ താഴേക്കും ഒരു 25 ന്യൂട്ടൺ താഴേക്കും. മനസ്സിലായോ? ഇങ്ങനെ നമ്മൾ രണ്ട് സെക്ഷൻ, അതായത് നമ്മൾ ഇങ്ങനെ ഒരു ലോഡിങ് കാണുമ്പോഴത്തേക്കും ഇവിടെ ഒരു കോമൺ ആയിട്ടൊരു ലോഡിങ് ആണ്, ഇവിടെ അടുത്ത ഒരു ലോഡിങ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ 2 സെക്ഷൻസ് എടുക്കേണ്ടി വരും മിനിമം. ഓക്കെ, ഇനി ഇതേപോലെ നമുക്കിപ്പം 2-3 ലോഡ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ ഒരു സെക്ഷൻ എടുക്കും. പിന്നെ അതിനുശേഷം ഇവിടെ അടുത്ത സെക്ഷൻ എടുക്കും. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ അടുത്ത സെക്ഷൻ എടുക്കണം. പിന്നെ ഇവിടെ അടുത്ത സെക്ഷൻ എടുക്കണം. 4 സെക്ഷൻ എടുക്കേണ്ടി വരും. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു ലോഡിംഗ് പാറ്റേൺ ആയിരിക്കണം. ഈ ഒരു ഭാഗം എടുക്കുമ്പോഴത്തേക്കും ഇവിടെ മുതൽ ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും ഒറ്റ ലോഡിംഗ് അല്ലേ ഉള്ളൂ. ഇനി ഇവിടെ എടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഇതിന്റെ വലത്തെ സൈഡിൽ ഒരു ലോഡിങ്, ഇടത്തെ സൈഡിലും ഒരു തരത്തിലുള്ള ലോഡിങ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ പ്രോബ്ലം ഒന്ന് നോക്കാം നമുക്ക്, എന്നിട്ട് ഒന്ന് നോക്കാം എങ്ങനെയാ വരികയെന്ന്. ഓക്കെ, ഇപ്പൊ എക്സിന്റെ വാല്യൂ 0 മുതൽ എക്സ് ഈക്വൽ ടു 5 വരെ വരുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടുക? പറഞ്ഞു. 25 ന്യൂട്ടൺ. സൈൻ എന്തായിരിക്കും? സൈൻ പോസിറ്റീവ്.
റൈറ്റ് അപ്പ് ആയതുകൊണ്ട് പോസിറ്റീവ് RUN. അല്ല നെഗറ്റീവ്. അപ്പം -25 ന്യൂട്ടൺ. റെഡി അല്ലേ? ഇപ്പൊ നമ്മള് 0 മുതൽ 5 വരെയുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ നേരത്ത് ഈ ഒരൊറ്റ ഇക്വേഷൻ അല്ലേ അവിടെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരൊറ്റ ഇത് വെച്ച് നമുക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റൂലോ. അപ്പൊ ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരാമെന്ന് നോക്കുക. ഓക്കെ, ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുകയാണ്. നമ്മൾ ആ ലെങ്ത് തന്നെ ഒരു ലൈൻ വരയ്ക്കും. ഇതാണ് റെഫറൻസ് ലൈൻ. ഇതിന് താഴേക്കുള്ളത് നെഗറ്റീവ്. അപ്പം 25 ന്യൂട്ടൺ. ഈ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ 5 വരെ 25 തന്നെയാണോ? അല്ലെ? അപ്പം 0 മുതൽ 5 വരെ 25 ന്യൂട്ടൺ തന്നെ. നമ്മൾ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക. ഇനി അടുത്തത് നമ്മൾ ഈ ഒരു സെക്ഷൻ എടുത്തു, 50 ന്യൂട്ടന്റെ ഇപ്പുറത്തേക്ക് ഒരു സെക്ഷൻ എടുത്തു, ഈ കാണുന്ന ഒരു സെക്ഷൻ. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന്റെ ലോഡിങ് എടുക്കാൻ നേരത്തെ ജസ്റ്റ് കാണുക, ഇങ്ങനെയാണല്ലോ സെക്ഷൻ എടുത്തത്. ഇവിടെ ഒരു മേലേക്ക് ഒരു 25, പിന്നെയുള്ളത് ജസ്റ്റ് കാണുക, നമ്മുടെ 50ന്റെ ഇപ്പുറത്തേക്കുള്ള സെക്ഷൻ അല്ലേ നമ്മളിവിടെ എടുത്തേക്കുന്നത്. മൗസ് നോക്കട്ടെ. ഓക്കെ, ജസ്റ്റ് കാണുക. ഇപ്പൊ നമ്മൾ 0 മുതൽ 5 വരെ എടുത്തു. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ എടുക്കുന്നത് ഇവിടെയാണ്. ഇതാണ് അടുത്ത സെക്ഷൻ. അപ്പം ഈ ഡിസ്റ്റൻസ് x ആയിട്ട് വിചാരിക്കാം, ഈ ഫോഴ്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് x. അപ്പൊ നമ്മൾ ആ ഒരു സെക്ഷൻ ഒന്ന് മാറ്റി വരയ്ക്കാൻ നേരത്ത് പോയി. ഓക്കെ, ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് x. ഓക്കെ, അതിന്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോഴത്തേക്കും, ആ ഒരു സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് എടുക്കുമ്പോഴത്തേക്കും ഏത് ഫോഴ്സ് മാത്രമേ ഉള്ളൂ? മേലേക്ക് ഒരു 25 ന്യൂട്ടൺ മാത്രം. ഈ ഒരു സെക്ഷന്റെ വലത്തെ സൈഡ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് മാത്രം ഉണ്ടാവും? താഴേക്ക് ഒരു 50ഉം മേലേക്ക് ഒരു 25 കാണുന്നുണ്ടോ? നമ്മൾ ഈ എടുത്തിരിക്കുന്ന സെക്ഷൻ XX, അതിന്റെ വലത്തെ സൈഡിൽ ഒരു 50 താഴേക്കും മേലേക്ക് ഒരു 25. ഓക്കെ, അപ്പൊ നമ്മൾ ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇടത്തെ സൈഡിലെ ഫോഴ്സുകളുടെ അരിത്തമെറ്റിക് സം, അല്ലെ വലത്തെ സൈഡിൽ ഇരിക്കുന്ന ഫോഴ്സുകളുടെ അരിത്തമെറ്റിക് സം അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് നോക്കാം. ഇടത്തെ സൈഡിലെ ഫോഴ്സുകളുടെ അരിത്തമെറ്റിക് സം എത്ര വരും? 25 മേലേക്കാകുമ്പോ എന്തായിരിക്കും സൈൻ? 25 നെഗറ്റീവ്. ഒന്നുകൂടെ ആലോചിക്കുക. ഇത് ഇടത് സൈഡാ? ഇടത്തെ സൈഡിൽ നിന്ന് മേലേക്കാണ് സൈന് പോസിറ്റീവ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, 25 മേലേക്ക് സൈൻ എന്താണ്? പോസിറ്റീവ് അല്ലെ? അപ്പൊ നമ്മുടെ ഈ രീതിയിലായിരിക്കും ഡയഗ്രാം വരിക. എത്ര വരെ? 0 മുതൽ 5 വരെ സൈൻ പോസിറ്റീവ് 25. ഇതായിരിക്കും നമ്മുടെ SFD, ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇനി ഇതിന്റെ തന്നെ നമുക്ക് വലത്തെ സൈഡിൽ ഇതും ഒന്ന് നോക്കാം. ഇതെന്ന് പറയുമ്പോൾ റൈറ്റ് ഡൗൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് അല്ലെ? പോസിറ്റീവ് 50. നോക്കാം, കാണാം. റൈറ്റ് സൈഡ് താഴേക്ക് കണ്ടില്ലേ? സൈൻ എന്താണ്? പോസിറ്റീവ്. അതുപോലെ തന്നെ ലെഫ്റ്റ് അപ്പ് അല്ലേ ഇനിയുള്ളത്? അല്ല, റൈറ്റ് ഡൗണും കൂടെ ഉണ്ട് അല്ലെ? ഇവിടെ നോക്കിയേ, ഇത് റൈറ്റ് അപ്പ്. റൈറ്റ് അപ്പ് എന്താണ് പറഞ്ഞു? 25 നെഗറ്റീവ് അല്ലേ? അപ്പം +50 -
25 ഈസ് ഈക്വൽ ടു എത്ര വരും? പ്ലസ് 25. ഓക്കെ, 25. മൊത്തം കിളി പോയോ? പറ്റുന്നില്ലേ? ഇല്ല. ഓക്കെ മ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? അഭിനവ് റെഡിയാണോ? അഭിനവേ കിട്ടുന്നുണ്ടോ? മനസ്സിലായോ? ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കി ചെയ്താലോ? ചെയ്യാലോ. ഓക്കെ, ഇതിനകത്ത് സംശയമൊന്നും ഇല്ലല്ലോ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഇത് വെച്ചിട്ടുള്ള നല്ല നല്ല പ്രോബ്ലംസ് ആയിരിക്കും ഇനി വരിക. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം കൂടെ ചെയ്യാം. ഓക്കെ, നോക്കാം. നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. കൂടെ ഉള്ളവരും ജസ്റ്റ് നോട്ടിലൊന്ന് എഴുതുക, എന്നിട്ട് പ്രോബ്ലം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അത് നമുക്ക് ഫോഴ്സുകൾ നോക്കാം. ഇതൊരു 50, ഇതൊരു 35, ഇതൊരു 40. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ, ഇത് 1 മീറ്റർ, ഇതും 1 മീറ്റർ, ഇതും ഒരു 1 മീറ്റർ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഒരാൾക്ക്, അതായത് ഈ പ്രോബ്ലം ചെയ്ത് മനസ്സിലാക്കണമെന്ന് ദൃഢനിശ്ചയമുള്ള ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാം. അതായത് കുറച്ചെങ്കിലും ഒരു ഐഡിയ കുറവുണ്ടെന്ന് തോന്നുന്നവർക്ക് എൻ്റെ കൂടെ കൂടിയാലും നമുക്ക്. ഓക്കെ, വന്നിട്ടുണ്ടോ? ആരോ വന്നല്ലോ. ഇല്ല, ആരും വന്നില്ലേ? ആർക്കെങ്കിലും ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, അല്ലെ ഞാൻ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ ആലോചിക്കാം. അപ്പൊ അതിനു മുമ്പ് ഞാൻ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കാം. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ആറയും ആർ ബിയും കണ്ടുപിടിക്കണം വേണ്ടേ? അപ്പൊ നമുക്ക് സിഗ്മ വി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും RA പ്ലസ് RB is equal to 40 plus 35 plus 50. ഇത് എത്ര വരും? 40 plus 35 75. 75 plus 50 എന്ന് പറയുമ്പോൾ 125 അല്ലേ? 125. ഇനി അടുത്തത് നമുക്ക് MA എടുക്കാം. മൊമെന്റ് അബൌട്ട് A. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുക 2 3 ഒക്കെ ചെയ്യാം. 40 into 2 plus 35 into 2 plus 1 3 plus 50 into 2 plus 1 3 plus 1 4 is equal to RB into 2 3 4 5. ഓക്കെ, ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 80 പ്ലസ് 35 into 3 70 70 35 105 105 പ്ലസ് 5 4 20 200 ഈക്വൽ ടു 5 RB. അപ്പൊ RB എത്ര കിട്ടുക? 185 പ്ലസ് 200 385 ഡിവൈഡ് ബൈ 5 77. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് RB എന്ന് പറയുന്നത് RB is equal to 77 കിട്ടി. അപ്പം RA എന്ന് പറയുന്നത് 125 മൈനസ് 77 48. ഓക്കെ, ഇത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കാത്ത. നമുക്കപ്പം RA RBയും കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ ഈ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കാം. RA 77 RB 48 അല്ലേ?
RB എന്ന് പറയുന്നത് RB എന്ന് പറയുന്നത് 77, RA എന്ന് പറയുന്നത് 48. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആരും വരാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ നോക്കാം. ബാസിം അസ്ലം, ബാസിം അൺമ്യൂട്ട് ചെയ്തോ? ഓക്കെ, നമ്മൾ ചെയ്യാട്ടോ. ഇനി റെഡി അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇവിടെ ശരിക്കും എത്ര സെക്ഷൻ വേണം എന്നാണ് ബാസിമിന്റെ അഭിപ്രായം? എത്ര സെക്ഷൻ വേണ്ടി വരും നമ്മൾ ഇത് ചെയ്യണേല്? ഇവിടെ 4 1, 2, 3, 4 റെഡിയാണ്. കറക്റ്റ് ആണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് അതായത് ആദ്യം നമ്മൾ ഇവിടെ ഒരു സെക്ഷൻ എടുക്കും അല്ലെ? അപ്പൊ അവിടെ വലത്തെ സൈഡിൽ ഒരു ഫോഴ്സ്, ഇടത്തെ സൈഡിൽ 1, 2, 3, 4 ഫോഴ്സ്. ഒന്നാമത്തെ സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ ഇവിടെ എടുക്കും. ഓക്കെ, അപ്പം വലത്തെ സൈഡിൽ 2 ഫോഴ്സും ഇടത്തെ സൈഡിൽ 3 ഫോഴ്സും. പിന്നെ അടുത്ത സെക്ഷൻ നമ്മൾ ഇവിടെ എടുക്കും. പിന്നെ ഇങ്ങനെ 4 സെക്ഷനാണ് നമുക്ക് വേണ്ടത്. റെഡിയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മൾ ഏറ്റവും ആദ്യം ഒന്നാമത്തെ സെക്ഷൻ എടുക്കുന്നത്. ഇത് ഞാൻ 1, 1 എന്ന് ഡിനോട്ട് ചെയ്യട്ടെ. ഇത് 2, 2, ഇത് 3, 3. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും പേടിക്കൊന്നും വേണ്ട. ഇത് നല്ല സ്പീഡിൽ ഇത് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇതിപ്പോ ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ആദ്യത്തത് ഫോർ സെക്ഷൻ 1, 1. ഓക്കെ ബാസിം, സെക്ഷൻ 1, 1ന്റെ ഒന്ന് പറയാൻ നോക്കുക. അതിന്റെ വലത്തെ സൈഡിൽ ഒരു ഫോഴ്സ് ഉണ്ട്, ഇടത്തെ സൈഡിൽ 3 ഫോഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ മാത്രം ഞാൻ 2 സെക്ഷൻ ഒന്ന് എടുത്ത് നമുക്കൊന്ന് നോക്കാം. ഒരേ വാല്യൂ തന്നെ കിട്ടണം എന്നാണല്ലോ ഞാൻ പറഞ്ഞേക്കുന്നത് അല്ലേ? പോയോ ബാസിമേ? അപ്പൊ സാർ പറഞ്ഞേക്കുന്നത് കറക്റ്റ് ആണോ ഒന്ന് നോക്കണ്ടേ? പോയോ? ഓക്കെ, ജസ്റ്റ് നോക്കുക. ബാസിം തന്നെ പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം ഞാൻ ഇതിന്റെ സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് എടുത്തു. ലെഫ്റ്റ് സൈഡ് എടുത്തപ്പോഴത്തേക്കും ഇതാണ് 1, 1. ഓക്കെ, ഇവിടെ ഒരു ഫോഴ്സ് മേലേക്ക് ഒരു 77. ഓക്കെ, ഈ 1, 1ന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എക്സിന്റെ വേരിയേഷൻ എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും എന്ന് പറയുമോ? എക്സ് വേരിയസ് ഫ്രം എക്സ് ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ എക്സിന്റെ വാല്യൂ, അതായത് നമ്മൾ ഈ ഡിസ്റ്റൻസ് അല്ലേ എക്സ് ആയിട്ട് എടുക്കുന്നത്. നോക്കുക, ഈ 0 to 1/2 ആണോ? അല്ലടാ, നോക്കുക, നമ്മൾ ഈ എക്സിന്റെ വാല്യൂ 0 മുതൽ ഇവിടെ സെക്ഷൻ എടുത്താലും ഇത് തന്നെയല്ലേ അവസ്ഥ. മേലേക്ക് ഒരു ഫോഴ്സും മേലെ, അതായത് വലത്തെ സൈഡിൽ മേലേക്ക് ഒരു ഫോഴ്സ് മാത്രമല്ലേ ഉള്ളൂ. ഇനി ഈ 1ന്റെ തൊട്ട് വലത്തെ സൈഡ് എടുത്താലും മേലേക്ക് ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സിന്റെ വാല്യൂ 0 മുതൽ 1 വരെ. അല്ലാണ്ട് കറക്റ്റ് ആ നടുക്കല്ല അത് ആക്ട് ചെയ്യുന്നത്. ഞാൻ നടുക്ക് വരച്ചു എന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? മനസ്സിലായി. നിങ്ങൾ ഒരാൾ പറയുമ്പോൾ എല്ലാവരും കൂടെ അത് ആലോചിക്കൂലോ എന്ന് ഓർത്തിട്ട്. മറ്റേ ഞാൻ പറയുവാണെങ്കിൽ ഞാൻ ആ സ്പീഡിൽ അങ്ങ് പറഞ്ഞു, നമുക്ക് പിന്നെ കിട്ടൂല. അപ്പം എക്സിന്റെ വാല്യൂ 0 മുതൽ 1 വരെ ആകുമ്പോഴത്തേക്കും സെക്ഷൻ 1, 1 ഇങ്ങനെയാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു 77 മേലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സൈൻ എന്തായിരിക്കും? നെഗറ്റീവ്. റൈറ്റ് അപ്പ് നെഗറ്റീവ്. ഓക്കെ, ഗുഡ്. അപ്പം -77 ന്യൂട്ടൺ ആയിരിക്കും ഇവിടുത്തെ ഫോഴ്സ്. റെഡി അല്ലേ? ഇനി അടുത്ത നമ്മള് നിങ്ങൾ ഈ ഒരു വാല്യൂ മാത്രം എടുത്താൽ മതി. അപ്പൊ നമ്മൾ ഇനി ഡയഗ്രാം വരയ്ക്കാൻ നേരത്ത് ഇതിന്റെ ഡയഗ്രാം ഞാൻ താഴെ വരയ്ക്കാം. നമ്മളൊരു ഗ്രാഫ് പോലെ ഇതിന്റെ താഴെ ഒരു റെഫറൻസ് ലൈൻ വരയ്ക്കും. അപ്പം നമ്മുടെ എക്സിന്റെ വാല്യൂ 0 മുതൽ 1 വരെ എത്തുമ്പോഴത്തേക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -77 ആണെന്ന് ബാസിം ഇപ്പൊ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് -77 ഇവിടം വരെ എത്തി. ഓക്കെ, ഇപ്പം 1 മീറ്റർ വരെയുള്ള ഡയഗ്രാം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ സെക്ഷൻ എടുക്കുന്നു. സെക്ഷൻ
ടു ടു. ഓക്കെ അല്ല ഓക്കെ ഇതും കൂടെ ഒന്ന് പറയാം. ബാസിം അപ്പൊ ഇതിന്റെ പറഞ്ഞു ഇതെങ്ങനെയായിരിക്കും വരിക? സെക്ഷൻ 2 എന്ന് പറയുമ്പോൾ 35 ന്യൂട്ടൺ പിന്നെ എന്തോ പറ്റിയില്ലോ 77. നോക്കട്ടെ. അത് മൊത്തം പോയി. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. ഇവിടെ ജസ്റ്റ് നോക്കുക. സെക്ഷൻ 2 നോക്കുമ്പോഴത്തേക്കും ഓക്കെ കാണാം അല്ലെ? അപ്പൊ മേലേക്ക് ഒരു 77 ഇതിന് ശേഷം എത്രയാണ് പിന്നെ? ഇതല്ലേ സെക്ഷൻ? താഴേക്ക് ഒരു 50 അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ സെക്ഷന്റെ റൈറ്റ് സൈഡ് എടുക്കുമ്പോഴത്തേക്കും ഇത് നമ്മൾ സെക്ഷൻ 2ന്റെ റൈറ്റ് ആട്ടോ എടുക്കുന്നത്. അവിടെ എക്സിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എത്ര തൊട്ട് എത്ര വരെ ആയിരിക്കും? ഓക്കെ, എക്സ് ഈക്വൽ ടു പറഞ്ഞു വാസിമെത്തിയോ? എക്സ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും ഇതിന്റെ വേരിയേഷൻ വരിക? അതായത് ഇവിടെ നോക്കുന്നതിന് വരെ ഇവിടെ നോക്കുക. നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷൻ 2 ആണ്. അപ്പൊ എക്സിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ നമ്മൾ 1 കഴിഞ്ഞു. എക്സിന്റെ വാല്യൂ നമുക്ക് ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടം വരെ ഒരു സെക്ഷൻ ആയിട്ട് എടുത്തു. ഇനി ഇവിടം തൊട്ട് ഇവിടം വരെയാണ് നമുക്ക് അടുത്ത സെക്ഷൻ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇതിന്റെ കേസ് ഞാൻ പറയാം. അപ്പൊ എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 1 മുതൽ എക്സ് ഈക്വൽ ടു 2 വരെ. കാരണം എക്സിന്റെ വാല്യൂ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ, എക്സ് ഈക്വൽ ടു 1 ടു എക്സ് ഈക്വൽ ടു 2. അവിടെ ഉള്ള ലോഡിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു രീതി മാത്രമായിരിക്കും. അതിന്റെ വലത്തെ സൈഡ് എടുക്കുമ്പോഴത്തേക്കും ഒരു 50 ന്യൂട്ടൺ താഴേക്കും ഒരു 77 ന്യൂട്ടൺ മേലേക്കും. ഇതേപോലെ തന്നെ നമ്മൾ ആ പറയുന്ന ആ ഒരു സെക്ഷന്റെ ഇടത്തെ സൈഡ് എടുക്കുവാണെങ്കിൽ വരിക ഒരു 35 ന്യൂട്ടൺ താഴേക്ക്, ഒരു 40 ന്യൂട്ടൺ താഴേക്ക്, പിന്നെ ഒരു 48 ന്യൂട്ടൺ മേലേക്ക്. ആ സെക്ഷന്റെ വലത്തെ സൈഡ് എടുക്കുമ്പോൾ ഒരെണ്ണം താഴേക്കും ഒരെണ്ണം മേലേക്കും, ഇടത്തെ സൈഡ് എടുക്കുമ്പോഴത്തേക്കും 2 താഴേക്കും ഒരെണ്ണം മേലേക്കും. അപ്പൊ ഞാൻ ഈ ഒരു സെക്ഷൻ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ 50 ന്യൂട്ടൺ താഴേക്കാണ് ഉണ്ടാകുന്ന സൈൻ എന്തായിരിക്കും? പോസിറ്റീവ് അല്ലേ? റൈറ്റ് ഡൗൺ എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലെ? അപ്പം പ്ലസ് 50, പിന്നെ 77 മേലേക്ക് ആയതുകൊണ്ട് റൈറ്റ് സൈഡ് അപ്പ്, നെഗറ്റീവ് മൈനസ് 77. അപ്പം ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 27 കിട്ടുക, മൈനസ് 27 കിട്ടി അല്ലെ? ഇനി നോക്കാം, നമുക്ക് ഇത് വെച്ചൊന്ന് വെരിഫൈ ചെയ്യാം. അതായത് നമ്മൾ ലെഫ്റ്റ് എടുത്താലും തെറ്റത്തില്ല. ലെഫ്റ്റ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കാണുക ഇത് 35, ഇത് 40, ഇത് 48. അപ്പൊ ഇതിനകത്ത് വരിക ലെഫ്റ്റ് ഡൗൺ സൈൻ എന്തായിരിക്കും? ലെഫ്റ്റ് ഡൗൺ പോസിറ്റീവ്. ഇവിടെ നോക്കിക്കേ, ലെഫ്റ്റ് ഡൗൺ നെഗറ്റീവ്. ലെഫ്റ്റ് ഡൗൺ നെഗറ്റീവ്. അതായത് റൈറ്റ് അപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വന്നത്, അതങ്ങനെ അങ്ങ് തീർക്കുക. അപ്പൊ ലെഫ്റ്റ് ഡൗൺ നെഗറ്റീവ് തന്നെ കേട്ടോ. ഓക്കെ, അപ്പം 35 എന്ന് പറയുന്നത് മൈനസ് 35, 40 എന്ത് തന്നെയാണ്? നെഗറ്റീവ് തന്നെയല്ലേ? മൈനസ് 40, പിന്നെ 48 എന്ന് പറയുന്നത് മേലേക്കാണ്, ലെഫ്റ്റ് അപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലെ? പ്ലസ് 48. ഇത് കറക്റ്റ് ആയ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലേ തെറ്റില്ലേ? അപ്പൊ ജസ്റ്റ് നോക്കുമ്പോ എത്രയാ വരിക? 35 മൈനസ് 40 പ്ലസ് 40 മൈനസ് 30. ഒന്നുകൂടെ നോക്കട്ടെ. മൈനസ് 35 മൈനസ് 40 പ്ലസ് 48, 27 കിട്ടിയില്ലേ? മൈനസ് 27 കിട്ടൂലേ? ഓക്കെ, ഇങ്ങനെ ചെക്ക് ഒന്നും ചെയ്യണ്ട, നമുക്ക് കറക്റ്റേ കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കാര്യം കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് മാത്രം. അപ്പൊ ലെഫ്റ്റ് എടുത്താലും റൈറ്റ് എടുത്താലും ഒരേ സംഭവം തന്നെ കേട്ടോ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുന്നത് മൈനസ് 27 കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സിന്റെ വാല്യൂ 1 മുതൽ എക്സിന്റെ വാല്യൂ 2 വരെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ്
27 അപ്പൊ ഇതായിരിക്കും 77 ഈ പോകുന്ന ലൈൻ. 27 എന്ന് പറയുന്നത് ഇവിടെ എത്തി. ഇങ്ങനെ ഒരു ലൈൻ. ഓക്കെ ആണോ? x = 1 മുതൽ x = 2 വരെ 27 വാല്യൂ. -27. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത ആൾ വിളിച്ചാലോ? ബാസിം വേറെ ആളുടെ പേര് പറഞ്ഞു. ദിൽഷാദ്. ആരാ? ദിൽഷാദാ? ഓക്കെ, ദിൽഷാദ് അൺമ്യൂട്ട് ചെയ്യ്. ദിൽഷാദ് ഓക്കെ, റെഡി അല്ലേ? ദിൽഷാദ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ദിൽഷാദ് കേൾക്കുന്നുണ്ടല്ലോ. ആ, അടുത്ത നമ്മൾ ഏതാ സെക്ഷൻ എടുക്കണ്ടേ? സെക്ഷൻ 3.3 അല്ലേ? ഓക്കെ, അപ്പൊ സെക്ഷൻ 3.3ന്റെ എക്സ് വാല്യൂ എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്? നേരത്തെ വെച്ച് പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എക്സ് വേരിയസ് ഫ്രം 2 to 3. ഗുഡ്. എക്സ് ഈക്വൽ ടു 2 to 3. റെഡി. അപ്പൊ ഇതിന്റെ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ഇതാണ് സെക്ഷൻ 3.3. അതിന്റെ വലത്തെ സൈഡിൽ ഏതൊക്കെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്? 35 ന്യൂട്ടൺ. അതെത്ര? താഴേക്ക് അല്ലേ? താഴേക്ക് 35. പിന്നെ 50 ന്യൂട്ടൺ. താഴേക്ക്. പിന്നെ മേലേക്ക് ഒരു 77. ഇനി നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡും കൂടെ ഒന്ന് എടുത്ത് നോക്കിയാലോ? ഇതാണ് സെക്ഷൻ, ഇതതിന്റെ ലെഫ്റ്റ് സൈഡ്. അവിടെ എന്തൊക്കെ ആക്ട് ചെയ്യുന്നുള്ളത്? 40 ന്യൂട്ടൺ. 40 ന്യൂട്ടൺ താഴേക്കും 48 ന്യൂട്ടൺ മുകളിലേക്ക്. 48 ന്യൂട്ടൺ മേലേക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ ഇടത്തെ സൈഡ് എടുത്താലും വലത്തെ സൈഡ് എടുത്താലും ഒരേ വാല്യൂ ആണ് തന്നെ വരുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും എളുപ്പം? ഈ 3 ഫോഴ്സുകൾ എടുക്കുന്നതാണോ 2 ഫോഴ്സുകൾ എടുക്കുന്നതാണോ? 2 ഫോഴ്സുകൾ. അങ്ങനെയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നീ പറഞ്ഞ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന സെക്ഷൻ 3.3 എത്രയായിരിക്കും ഷിയർ ഫോഴ്സ്? -40. ലെഫ്റ്റ് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് അല്ലടാ. ഓക്കെ, -40 റെഡി. -40 + 48 അല്ലേ? +48. +8 അല്ലേ? 8 വരും. പോസിറ്റീവ് അല്ലേ? അപ്പം അത് നീ ഈ ഫിഗർ നോക്കിയിട്ടല്ലേ പറഞ്ഞത്? 2 ഫോഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ എളുപ്പത്തിൽ ഇത് നോക്കി അങ്ങനെ പറഞ്ഞു. ഇനി ഇവിടെ വെച്ച് നോക്കിയാൽ നമുക്ക് നോക്കുമ്പോൾ റൈറ്റ് ഡൗൺ എന്ന് പറയുന്നത് പോസിറ്റീവ് +35 +50 -77 വരും. ഇതും സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് +8 തന്നെ കിട്ടും. അപ്പൊ നമ്മൾ ഈ ഒരെണ്ണം വെച്ച് നോക്കിയാലും കറക്റ്റ് ആണ്. അപ്പൊ കുറഞ്ഞ ഫോഴ്സ് വെച്ച് നോക്കുക. ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് +8 ആണ് അല്ലെ? അപ്പൊ ഇവിടെ +8. എക്സിന്റെ വാല്യൂ 2 മുതൽ 3 വരെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് +8. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ വരെ എത്തി. ഇനി അടുത്ത് ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. അത് നമുക്ക് വേറെ ആരെങ്കിലും ചോദിക്കണോ? ആരോട് ചോദിക്കണ്ടേ? അശ്വന്ത് മോഹനൻ. ഹലോ. നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 4.4. ഓക്കെ, അവിടെ എക്സിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്? 3 to 2 ആണോ? 3 to 2. അങ്ങനെയല്ല, ഇവിടെ നിന്നല്ല നമ്മൾ സെക്ഷൻ ഡിസ്റ്റൻസ് എടുത്തേ. അപ്പൊ ഇവിടം വരെ 3ഉം എക്സിന്റെ ഔട്ടർ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാ? 4 അല്ലേ? ഇപ്പൊ നമ്മൾ 2 to 3 എടുത്തു. ഇനി നമുക്കുള്ളത് 3 to 4. വാല്യൂ 3 മുതൽ 4 വരെ. അപ്പൊ അവിടുത്തെ നമ്മൾ സെക്ഷൻ ഒന്ന് എടുത്തു നോക്കാം. അതിന്റെ വലത്തെ സൈഡ് എടുക്കുമ്പോഴത്തേക്കും 3 മുതൽ 4 എന്ന് ഒന്നുകൂടെ പറയാം. 3 മുതൽ 4 അല്ല, 3 മുതൽ 5 വരെ ജസ്റ്റ് കാണാം. ഓക്കെ, ഞാൻ പറയാം. 5. നമ്മൾ എടുത്തിരിക്കുന്ന സെക്ഷൻ എന്ന് കാണുക. ഇതാണ് നമ്മുടെ സെക്ഷൻ എക്സ് അല്ലേ? അത് കുഴപ്പമില്ല. 3 മുതൽ 5 മനസ്സിലായി. ഓക്കെ, ഇതാണ് സെക്ഷൻ എക്സ്. എക്സ് എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ. അപ്പം ഇവിടെ എന്ന് പറയുന്നത് 1 2 3. ഓക്കെ, പിന്നെ
ഇവിടം വരെ എത്തുമ്പോൾ 3 2 5 മൊത്തം x equal to 3 to 5. ഓക്കെ, അപ്പൊ തെറ്റ് വന്നതുകൊണ്ടാണ് സംശയം വന്നത്, കുഴപ്പമില്ല, എന്റെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ നോക്കുക, ഇതാണ് സെക്ഷൻ 4 അതിന്റെ വലത്തെ സൈഡിൽ ഏതൊക്കെ ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്? 50 ന്യൂട്ടൺ താഴേക്ക്, 40 ന്യൂട്ടൺ 35 40 35 40 40 35 ഇനി ഒരു 50 ഫോഴ്സ് ഉണ്ടോ? പിന്നെ മേലേക്ക് 75. ഓക്കെ, അപ്പൊ ഇനി ഇത് സോൾവ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 4 4 എന്ന് പറയുന്ന സെക്ഷന്റെ ഇടത്തെ സൈഡ് എടുക്കുന്നു. ഇടത്തെ സൈഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? അടുത്ത സൈഡില് 48 മേലേക്ക്. അപ്പൊ ഏതാ എളുപ്പം? 48 മേലേക്ക്. അപ്പൊ അതിന്റെ വാല്യൂ എത്രയായിരിക്കും വരിക? അത് +48. +48. ലെഫ്റ്റ് അപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലെ, അപ്പം +48 വരും. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയേക്കുന്നത് 8 ആയിരുന്നു ഇല്ല, 8 ആണ് കിട്ടിയേക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു 40 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് എവിടെ കിട്ടി? 48 കിട്ടി. കണ്ടോ? ഇതാണ് നമ്മുടെ ഫിഗർ. ഇതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ ആണോ? ഇനി ഇതൊരു കൺവെൻഷണൽ മെത്തേഡ് അല്ല, പക്ഷെ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് ഒരു വഴി കൂടെ കാണിച്ചു തരാം. പക്ഷെ ഈ രീതിയിലല്ല നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് ഇങ്ങനെ തന്നെ ഓരോ സെക്ഷൻ എടുത്തിട്ട് x വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇക്വേഷൻ എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ വലത്തെ സൈഡിൽ നിന്നാണ് ഇത് എടുത്തത്. ഓക്കെ, ഇത് അങ്ങനെ ബുക്കുകളൊന്നും കാണാത്തത് കൊണ്ടാണ് നമുക്ക് അത് ഒരിക്കലും ഫോളോ ചെയ്യാൻ ഞാൻ പറയത്തില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ ഒരുപാട് നേരം എടുത്ത് നമ്മൾ ഈ സെക്ഷൻ ഇങ്ങനെ കണ്ടുപിടിച്ചു. ഞാൻ ഈ സെക്ഷൻ ഒന്ന് മാറ്റി വരയ്ക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്യൂട്ട് റിയാക്ഷൻ ഒക്കെ കണ്ടുപിടിക്കണം. ഇതായിരുന്നു നമ്മുടെ ആരത്? ഓക്കെ, 48 മേലേക്ക് ഒരു 40 താഴേക്ക്, പിന്നെ ഒരു 35 താഴേക്ക്, ഒരു 50 താഴേക്ക്, പിന്നെ ഒരു 77 മേലേക്ക്. ഇങ്ങനെയല്ല ഫോഴ്സ് വന്നേ. ഇവിടെ 2 1 1 1. അപ്പൊ ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒന്ന് പെട്ടെന്ന് വരച്ചു നോക്കാം. ഇതാണ് വരിക. ഏറ്റവും ആദ്യം ഇടത്തെ സൈഡിൽ നിന്ന് മേലേക്ക് ഒരു ഫോഴ്സ് കാണുന്നുണ്ടല്ലോ അല്ലെ. ഇത് 48 അല്ലേ, ഇത് 40 അല്ലേ? അല്ല, 48 തന്നെ അല്ലെ. 48 40 35 50. ഓക്കെ, ആരപ്പോ ഉള്ള കൂടെ ആരുള്ള? വരില്ലേ? ഓക്കെ, ഇങ്ങനെയുള്ള ഫിഗർ വന്നല്ലേ. അപ്പൊ ഞാൻ ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് മനസ്സിലാവാനാണ് ഏറ്റവും ആദ്യം ഈ ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു സെക്ഷൻ എടുക്കുക. ഈ ഒരു സെക്ഷൻ എടുക്കുമ്പോഴത്തേക്കും ലെഫ്റ്റ് അപ്പ് എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലേ? അല്ലെങ്കിൽ ജസ്റ്റ് നോക്കുക, ഈ ആരോ മേലേക്കാണ് ആക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഞാൻ ജസ്റ്റ് മേലേക്ക് ഒരു 48 വരച്ചു. ഓക്കെ, ഇനി ഈ 2 മീറ്ററിൽ ഈ 48 മാത്രമേ, വേറെ ഒന്നും ആക്ട് ചെയ്യുന്നില്ല അല്ലെ. ഇനി അടുത്തത് കറക്റ്റ് ഈ 2 മീറ്റർ എത്തിയപ്പോഴത്തേക്ക് ഒരു 40 താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ? അപ്പൊ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് താഴേക്കൊരു 40 കുറച്ച് ഇവിടം വരെ 8 എത്തി. ഓക്കെ, ഇവിടെ തൊട്ട് വേറെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ 8 ഉള്ളൂ. ഇനി 8ൽ നിന്ന് നമ്മൾ 35 താഴേക്ക് വരയ്ക്കുന്നു. ഓക്കെ, 35 കുറക്കണം 8. അപ്പൊ നമുക്ക് ഇവിടെ എത്തുമ്പോഴത്തേക്കും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 35 ആണ്. അപ്പൊ ഈ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ +8 ആയിരുന്നു, ഇവിടെ -27 കിട്ടി. ഇവിടം വരെ വേറെ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഇനി അടുത്തത് ഇവിടെ എത്തുമ്പോഴത്തേക്കും താഴേക്ക് ഒരു 50 ആക്ട് ചെയ്യുന്നു. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 50. അപ്പം 27 50 എന്ന് പറയുമ്പോഴത്തേക്കും -77. ഇതാണല്ലോ ആ വരച്ചേക്കുന്ന ഫിഗർ. ഓക്കെ, പക്ഷെ നമ്മൾ ഇങ്ങനെ പഠിച്ചാല് ഒന്നും തന്നെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവില്ല. നമ്മൾ ലെഫ്റ്റ് അപ്പ് പോസിറ്റീവ് എടുത്തിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കണം. അതുകൊണ്ട് ആ രീതിയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ വരയ്ക്കാനാണ് ഇങ്ങനെയും വരയ്ക്കാൻ. പക്ഷെ ഈ രീതി നമ്മൾ ഫോളോ ചെയ്യാത്തത് ഒരു യൂഡിയിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഷേപ്പ് കാര്യങ്ങളൊക്കെ മാറും. ഇപ്പൊ നമ്മളെല്ലാം കോൺസെൻട്രേറ്റഡ് ലോഡ് വെച്ചിട്ടല്ലേ പഠിച്ചത്. ഓക്കെ, അശ്വന്ത് ഇത് എളുപ്പമായി തോന്നുന്നുണ്ടോ ഇപ്പൊ പറഞ്ഞത്? എളുപ്പമുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ വരയ്ക്കാൻ ഒരു ടെക്സ്റ്റ് ഇന്നേ വരെ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിച്ചാൽ ചിലപ്പോൾ അബദ്ധമായി പോകും. അപ്പം മറ്റേ രീതി തന്നെ നോക്കുക. എന്നിട്ട് ഈ രീതിയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മള്
ഈ ഇടത്തെ സൈഡിൽ നിന്ന് തുടങ്ങുന്നെങ്കിൽ മേലേക്കുള്ളത് മേലേക്ക് തന്നെ വരയ്ക്കുക, താഴേക്കുള്ളത് താഴേക്ക് തന്നെ വരയ്ക്കുക, സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഈ രീതി ഒന്ന് മനസ്സിലാക്കാൻ നമ്മൾ പക്ഷെ വരയ്ക്കാൻ നേരത്ത് മറ്റേതുപോലെ സെക്ഷൻ എടുക്കുക, എന്നിട്ട് സൈൻ പറയാ, എന്നിട്ട് നമ്മൾ ഓരോ സെക്ഷന്റെ വരച്ച് പോയാൽ നമുക്ക് 10-15 മാർക്കിനൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ UDL ഒക്കെ വരുന്നത് 15 മാർക്കോളമായിരിക്കും. അപ്പൊ നമ്മൾ ഈ രീതി വരച്ച് വെച്ചാൽ അവർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് മാർക്ക് കിട്ടുന്നതിൽ മറ്റേ പോലെ തന്നെ ആ കൺവെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. ഓക്കെ, ഇനി അപ്പൊ നമ്മൾ UDLന്റെ ഇന്ന് തുടങ്ങണ്ട, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. ഇപ്പൊ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാരും കൂടെ ഇങ്ങനത്തെ ഒരു കോൺസെൻട്രേറ്റ് ലോഡിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് UDLന്റെ കേസിലേക്ക് പോകണം? മജോറിറ്റി വെച്ചിട്ടായിരിക്കും. അറ്റൻഡൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യണമെങ്കിൽ എല്ലാവരും യെസ് പറയാ, വേണ്ടെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ ചെയ്യാല്ലേ? അഭിപ്രായം ഇല്ലാത്തവർക്ക് അറ്റൻഡൻസ് ഇല്ലേ? സ്വരൂപ് മാത്രം അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു. അന്ന് സ്വരൂപിനോട് ചോദിച്ചാലോ? ഒന്നുകൂടെ പറയാം. ഓക്കെ, 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 ഇതൊരു ബീമാണ്. ഈ ബീമിനകത്ത് ഓക്കെ, ഏറ്റവും ആദ്യം ഞാൻ സപ്പോർട്ട് റിയാക്ഷൻ വരെ കണ്ടുപിടിക്കാം. അതിനുശേഷം നിങ്ങളിൽ ഒരാളെ വിളിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് വരിക RA + RB = 60, 80, 140, 140, 140, 30, 170 അല്ലേ? ഇനി നമുക്ക് 60 × 2 + 80 × 4 + 30 × 6 = RB × 2, 4, 7 കിട്ടുക 120, 120, 3, 6, 18, 180 = 7 RB. 120 + 120 + 180, 620 / 7 = RB / 7. അപ്പൊ കിട്ടുന്നത് 88.57. 88.57. ഓക്കെ, അപ്പൊ നമുക്ക് RA എന്ന് പറയുന്നത് 170 - 88.57 അപ്പോ 170 കുറക്കണം 88.57, 81.43. നമുക്ക് കിട്ടുക 81.43. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ RA RBയും കൂടെ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഒന്ന് എഴുതാം. 81.43. ഇത് 170 അല്ലേ? 188.57. ഓക്കെ,
ഓക്കെ, ഇനി ഗേൾസ് സൈഡിൽ നിന്ന് ഒരാൾക്ക് വേണേൽ അൺമ്യൂട്ട് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കൂടാം. ആരെങ്കിലും വോളണ്ടിയർ ആയിട്ട് തന്നെ മുന്നോട്ട് വന്നാൽ നല്ലതായിരുന്നു. ആർക്കും താല്പര്യമില്ല? ഓക്കെ, മാളവിക ഏറ്റവും അവസാനം അഭിപ്രായം പറഞ്ഞ ആളാണ് മാളവിക. അപ്പൊ മാളവിക അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ, കേൾക്കുന്നുണ്ടോ? മ്യൂട്ട് ചെയ്തു, മ്യൂട്ട് ചെയ്തു, മ്യൂട്ട് ചെയ്തു. വേറെ ആരെങ്കിലും ഉണ്ടോ? അപർണ അൺമ്യൂട്ട് ചെയ്തോ. സാർ ഓക്കെ, ഇതിനകത്ത് നമ്മളിപ്പോ എത്ര സെക്ഷൻ എടുക്കണം? 4 സെക്ഷൻ. ഓക്കെ, നമ്മള് ഏത് സൈഡിൽ നിന്ന് തുടങ്ങാം? ഈ സൈഡിൽ നിന്ന് തുടങ്ങി നോക്കാം അല്ലെ. ഇത് സെക്ഷൻ 1-1, ഇത് സെക്ഷൻ 2-2, ഇത് സെക്ഷൻ 3-3, ഇത് സെക്ഷൻ 4-4. അപ്പം ഓർത്തുള്ള ഒരിക്കലും മിഡ് പോയിന്റ് അല്ല നമ്മൾ സെക്ഷൻ എടുക്കുന്നത്. ആ ഒരു ഭാഗത്ത് ഈ 2 മീറ്റർ സ്പാനിൽ ഏത് ഭാഗത്തും നമ്മൾ എടുക്കുമ്പോൾ അതേ വാല്യൂ തന്നെ കിട്ടും. അപ്പം ഇത് നമ്മൾ ഷിയർ ഫോഴ്സ് രേഖപ്പെടുത്താനുള്ള ഇതാണ്. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ സെക്ഷൻ 1-1 എടുക്കുന്നു. അപ്പൊ അവിടെ എക്സിന്റെ വാല്യൂ വേരി ചെയ്യുന്നത് എത്ര തൊട്ട് എത്ര വരെ ആയിരിക്കും? 0 to 2 ആണ്. 2 ആണ്. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് x = 0 മുതൽ x = 2 വരെ അല്ലെ. ഇത് 2 മീറ്റർ സ്പാൻ ആയതുകൊണ്ട്. അപ്പം അവിടുത്തെ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്തു. ഞാനിപ്പം അതിന്റെ ഇടത്തെ സൈഡ് എടുക്കുന്നതാണ് എനിക്ക് എളുപ്പം. കാരണം വലത്തെ സൈഡ് എടുക്കുമ്പോഴത്തേക്കും അവിടെ ഒരു 60 താഴേക്ക്, ഒരു 80 താഴേക്ക്, ഒരു 30 താഴേക്ക്, കൂടാതെ ഒരു 88 മേലേക്ക്. ഇതിന്റെ ഇടത്തെ സൈഡ് എടുക്കുമ്പോഴത്തേക്കും ഒരൊറ്റ ഫോഴ്സ് മാത്രം മേലേക്ക് അല്ലെ. 88 അല്ല 81.43. അപ്പൊ അതിന്റെ വാല്യൂ എത്ര വരിക? നെഗറ്റീവ് 81.4. ലെഫ്റ്റ് അപ്പ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? ലെഫ്റ്റ് അപ്പോ? റൈറ്റ് അപ്പ് നെഗറ്റീവ് ആണല്ലോ. അപ്പൊ ലെഫ്റ്റ് അപ്പ് എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. അങ്ങനെ ഓർത്താ മതി കേട്ടോ. അപ്പം ലെഫ്റ്റ് അപ്പ് ആയതുകൊണ്ട് പോസിറ്റീവ്. അപ്പം വാല്യൂ കിട്ടുന്നത് പ്ലസ് 81.43. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് മേലേക്ക് എത്ര വരണം? 81.43. ഈ ഡിസ്റ്റൻസ് 2 മീറ്ററിൽ ഇത് തന്നെ ആയിരിക്കും വാല്യൂ 81.43. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സെക്ഷൻ 2-2. വേറെ ആരെയും പേര് പറഞ്ഞു വേണേല്? അർഷിന. അർഷിന അല്ലെ. ഹലോ സർ. ഓക്കെ, അടുത്തത് സെക്ഷൻ 2-2 ആണ്. കണ്ടോ? അപ്പൊ അതിന്റെ എക്സിന്റെ വേരിയേഷൻ എങ്ങനെയായിരിക്കും? x = 2 to 4. ഓക്കെ, 2 to 4 ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ സെക്ഷൻ വരയ്ക്കാൻ നേരത്തെ എങ്ങനെയായിരിക്കും വരിക? ഇടത്തെ സൈഡോ വലത്തെ സൈഡോ എടുക്കാം. ഇടത്തെ സൈഡിലാണെങ്കിൽ എന്തൊക്കെയാണ് വരിക? 81.43. മേലേക്ക് അല്ലേ. പിന്നെ താഴേക്ക് 60 താഴേക്ക്. ഓക്കെ, അപ്പം വലത്തെ സൈഡ് എടുക്കുന്ന നേരത്ത് 3 ഉണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ ഇത് മാത്രം വെച്ച് നോക്കാം. അപ്പൊ ഇതിന്റെ വാല്യൂ എത്രയാ വരിക? 81.43 മൈനസ് 60. ഓക്കെ, അതായത് പ്ലസ് 81.43 മൈനസ് 60. അതെന്ന് പറയുമ്പോൾ 21.43 വരെ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള വാല്യൂ എന്ന് പറയുന്നത് 21.43 ഉണ്ടല്ലോ. ഓക്കെ, 21.43. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം കൂടെ കഴിഞ്ഞു. ഇനി അടുത്ത ആളുടെ പേര് വേണേ പറയാം. അഞ്ജന. ഓക്കെ, അഞ്ജന കുറെ പേരില്ലേ? അഞ്ജന രതീഷ്. ഓക്കെ, അഞ്ജന രതീഷ് അൺമ്യൂട്ട് ചെയ്തോ.
ഉണ്ടോ? അഞ്ജന രതീഷ് ഇല്ലല്ലോ. ഇല്ല, പോയിച്ചു. അശ്വതി കേക്ക് എങ്ങനെയാണല്ലോ അശ്വതി കേക്കോ? ഓക്കെ. ഇനി അടുത്ത സെക്ഷൻ പറഞ്ഞു, സെക്ഷൻ 3.3. സെക്ഷൻ 3.3 കേൾക്കുന്നുണ്ടോ? ഇടത്തെ സൈഡാ പറയുന്നത്. അത് എക്സിന്റെ വേരിയേഷൻ എവിടെ തൊട്ട് എവിടെ വരെയാന്ന് പറഞ്ഞു? എക്സ് വേരിയസ് ഫ്രം 4 to 6. പറഞ്ഞു. ഇനി 81.43 മേലോട്ട്, പിന്നെ 18 താഴോട്ട്. അതിന്റെ വലത്തെ സൈഡ് എടുക്കുമ്പോ എന്തായിരുന്നു അവസ്ഥ? വലത്തെ സൈഡ് 30 പിന്നെ 88 മേലേക്ക് അല്ലേ? ആ. അപ്പൊ ഇതിനകത്ത് എളുപ്പം ഈ 3 ഫോഴ്സിന് വരെ 2 ഫോഴ്സ് എടുക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. അങ്ങനെയാണെങ്കിൽ വാല്യൂ എത്രയായിരിക്കും വരിക? റൈറ്റ് ഡൗൺ എന്തായിരിക്കും? നെഗറ്റീവ്. റൈറ്റ് അപ്പ് ആണ് നെഗറ്റീവ്, റൈറ്റ് ഡൗൺ പോസിറ്റീവ്. പ്ലസ് 30, റൈറ്റ് അപ്പ് നെഗറ്റീവ് ആയതുകൊണ്ട് മൈനസ് 88.57. എത്ര വരും? മൈനസ്. അപ്പൊ 58.57 കിട്ടി അല്ലേ? ഇവിടെ താഴേക്ക് 58.57 അല്ലെ? മൈനസ് 58.57. വരെ ഈ കാണുന്ന ഈ 30ന്റെ ആക്ട് ചെയ്യുന്ന വരെ അല്ലെ? 58.57. ഇനി അടുത്ത ഓക്കെ. അടുത്തത് വേണം ജസ്ലിൻ ഉണ്ടോ? ഹലോ സർ. ഓക്കെ, പറഞ്ഞോ. അടുത്ത സെക്ഷൻ, ഏറ്റവും അവസാനത്തെ സെക്ഷൻ 4.4. അതിന്റെ എക്സിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? എക്സിന്റെ വാല്യൂ 4 to 6 to ഇവിടം വരെയുള്ളത് കിട്ടി 6. പിന്നെ ഇവിടെ 1 മീറ്റർ ഉള്ള. അപ്പൊ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് പോയോ? പറഞ്ഞോ. പോയെന്ന് തോന്നുന്നല്ലോ. കേക്കലേ 6 to 7 ആണല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഞാൻ പറയേണ്ട അവസ്ഥയായി പോയല്ലോ. ഇതാണ് നമ്മുടെ സെക്ഷൻ വരിക. വലത്തെ സൈഡില് ആകെ ഒരു ഫോഴ്സ് 88.57 മേലേക്ക്. ഓക്കെ. അപ്പൊ നമുക്കിവിടെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടല്ലോ. ഹലോ സർ. പറഞ്ഞു. ഇതിനകത്ത് എത്രയാ വരിക? നെഗറ്റീവ് 88.57 ആണ്. മൈനസ് 88.57 കിട്ടും അല്ലെ? മൈനസ് 88.57. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുക മൈനസ് 88.57. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഏറ്റവും എൻഡിൽ എന്ന് പറയുന്നത് 0. സപ്പോർട്ടിന്റെ ആ ഒരു എൻഡ് ഭാഗത്ത് എടുക്കുമ്പോൾ 0 കിട്ടി. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് കാണാം. ഇവിടെ 30, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60. ഇങ്ങനെ രേഖപ്പെടുത്തണ്ട, നിങ്ങൾ ഈ വാല്യൂസ് ആണ് എഴുതി വെക്കേണ്ടത് കേട്ടോ. ഇതിപ്പോ മനസ്സിലാവാനാണ് ഞാൻ ആ വാല്യൂസ് അവിടെ എഴുതി വെച്ചാൽ. ഈ വാല്യൂസ് രേഖപ്പെടുത്തണം. ഇവിടെ 0, ഇവിടെയും 0. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ഇതിനൊരു മിനിമം 7 മാർക്ക് വരും. ഇതിന്റെ കൂടെ നമുക്ക് BMD കൂടെ വരയ്ക്കാൻ പറ്റണം. അപ്പം കുഴപ്പമില്ല. ഇപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, ചോദിക്കാം. അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് അടിക്കാം.
കുഴപ്പമില്ല. റോൾ നമ്പർ സ്പേസ് നിങ്ങളുടെ പേര് നേരത്തെ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതി. അത് ഞാൻ അറ്റൻഡൻസ് ആയിട്ട് എടുത്തോളൂ. ഇനി ഒന്നും പറയണ്ട. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇറങ്ങാം, കുഴപ്പമില്ല. ചെറുപ്പറ ഓടിയോ? റോൾ നമ്പർ സ്പേസ് പേര് എഴുതണമെന്നില്ല, കുഴപ്പമില്ല, ഉണ്ട്. ഓക്കെ, ആർക്കെങ്കിലും സംശയമായിട്ട് ചോദിക്കുക. ഇതിനകത്ത് മനസ്സിലായ ഏതെങ്കിലും ഭാഗമുണ്ട്? നിങ്ങൾക്ക് എക്സാമിന് മനസ്സിലായാലോ? എക്സാമിന് ഓക്കെ, എക്സാമിന് ഇതേ രീതിയിലുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ആ സമയത്ത് നിങ്ങളോട് ഇങ്ങനത്തെ ഇത് കണ്ടുപിടിക്കാൻ ഇതേ രീതിയിലായിരിക്കും നമ്മൾ എക്സാം നടത്തുക. അപ്പൊ എക്സാം അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലായിട്ടുണ്ടാവും പഠിച്ചതിന്റെ പ്രശ്നങ്ങൾ. അപ്പം അത് മനസ്സിലാവാനാണ് നമ്മൾ പരീക്ഷ നടത്തുന്നത്. അതുകൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാത്തവർ നിർബന്ധമായും നിർബന്ധമായിട്ടും എക്സാം അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തവരോട് ചോദിക്കാം. ടഫായിട്ടുള്ള ചോദ്യം ഒന്നുമല്ല, പക്ഷെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്താലേ കാര്യമുള്ളൂ. ഓക്കെ, നിങ്ങൾ നോട്ട് കാണിക്കണം. പിന്നെ പഴയ മോഡ്യൂളിൽ നിന്നുള്ള പ്രോബ്ലംസ് ചോദിക്കും. അതിനകത്ത് നിങ്ങൾക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഭാഗങ്ങൾ മാത്രമേ ചോദിക്കത്തുള്ളൂ. പിന്നെ അത് നോക്കി പഠിക്കുക, എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു മിനിമം മാർക്ക് കിട്ടും. അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഞാൻ 0 ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അടുത്ത ദിവസം നമുക്ക് UDL-ന്റെ ഇപ്പം ഇതിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്കെയിലൊന്നും വരച്ച് മെഷർ ചെയ്യണമെന്നില്ല. ഏതാണ്ട് ഇപ്പൊ ഞാൻ വരച്ച പോലൊക്കെ തന്നെ ഒരു വൃത്തിയിൽ വരച്ചാൽ മതി. ഓക്കെ, ഇങ്ങനത്തെ ഫിഗർ വരുമ്പോഴത്തേക്കും സ്കെയിൽ വെച്ച് വരച്ചാൽ കുഴപ്പമില്ല, പക്ഷെ അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. വൃത്തിക്ക് വരച്ചാൽ മതി. ഓക്കെ, വൃത്തിക്ക് വരച്ചാൽ മതി. സ്കെയിലിൽ വരയ്ക്കണം എന്നൊന്നും പറയാറില്ല. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ, നമുക്ക് ക്ലാസ്സിൽ ഇപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് അല്ലേ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പേഴ്സണൽ ആയിട്ട് ചോദിക്കുക. ഞാൻ ക്വസ്റ്റ്യൻസ് അയച്ചുതരാം, നിങ്ങൾക്ക് സോൾവ് ചെയ്ത് എനിക്ക് തിരിച്ചയച്ചു തരാം. അങ്ങനെയൊക്കെ വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനത്തെ സബ്ജക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക, നല്ല രീതിയിൽ പഠിക്കുക. വേറെ ഒന്നുമില്ലല്ലോ? നിർത്താം. നിങ്ങൾക്ക് മടിയൊന്നും വിചാരിക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഞാൻ അയച്ചുതരാം. അപ്പൊ അതിന്റെ സൊല്യൂഷൻസ് അയച്ചു തന്നാൽ മതി. അങ്ങനെയാ പഠിക്കാൻ പറ്റൂ. എല്ലാം ഓൺലൈൻ യുഗം അല്ലേ? ഓക്കെ, നിർത്താം. കുറെ കാലത്തിന് ശേഷം ലൈവ് എടുത്തതിന്റെ ഒരു ക്ഷീണം അല്ലേ? പിന്നെ ഇന്നലെ ഇരുന്ന് കളിയും കണ്ട കുറെ പേരുണ്ടാവും രാത്രി. ഓക്കെ, എന്നാ പിന്നെ താങ്ക് യു. നമുക്ക് അടുത്ത ദിവസത്തെ സെഷൻസിൽ കാണാം. ഓക്കെ, ഡൗട്ടോ ക്വസ്റ്റ്യൻസോ വേണേ ചോദിക്കണം കേട്ടോ. ഓക്കെ, ബൈ.